ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഒരു റബ്ബി, നിക്കോദെമസ് എന്നാണ് പേര്, അദ്ദേഹം രാത്രിയിൽ ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ചൊക്കെ വളരെയധികം പ്രശംസിക്കുക. രാത്രിയിലാണ് അദ്ദേഹം സന്ദർശിക്കുക. പകൽ വരാൻ ഒരുപക്ഷെ പേടിയായിരിക്കാം. ഈശോ അന്നേരം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അതിപ്രകാരമാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 3-ാം തിരുവചനം. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഈശോ വലിയൊരു പ്രഖ്യാപനം നടത്തുക. എന്താണ് വീണ്ടും ജനിക്കുക? അത് പരിശുദ്ധാത്മാവിനുള്ള ജന്മമാണ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഇനി പന്തക്കോസ്താ തിരുനാളിന് വേണ്ടിയാണ് ഒരുങ്ങുക. പരിശുദ്ധാത്മാവിനാൽ നീ അഭിഷേകം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമ്മൾ നയിക്കപ്പെടുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയപ്പെടണം. അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ട്, ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കേണ്ടതുണ്ട്. വീണ്ടും ഒരു ജനനം അത് നിന്നിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ കൃപാകടാക്ഷത്താൽ നിറയപ്പെട്ട്, നിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട്, നിന്റെ ആത്മാവിനെ ജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധി